എല്ലാ ആൺമക്കളുമുള്ള അച്ഛനമ്മമാർ കണ്ടിരിക്കേണ്ട മൂവി. ഭയങ്കരമായിട്ട് പറയാൻ പറ്റണില്ല എനിക്ക്. ശ്രീലി നേരാണോ കണ്ടേ? എങ്ങനെയുണ്ടായിരുന്നു? കൊള്ളാം, നല്ല എങ്ങനെയുണ്ടായിരുന്നു ലാലേട്ടൻ്റെ ഒരു സൂപ്പറായിട്ട് ഓവറോൾ എങ്ങനെയുണ്ട് കണ്ടിറങ്ങി? നല്ല മൂവി, ഗുഡ് മൂവി. ഇപ്പോഴത്തെ ഒരു ടൈമിന് പറ്റിയൊരു മൂവിയാണ് അതെ കാണാൻ പറ്റിയത്. അതെ നല്ല റെലവൻ്റ് ആയിട്ടുള്ള ഇഷ്യൂ ആണ്, നന്നായിട്ടുണ്ട്. സ്ത്രീകളും കുട്ടികളും ഫാമിലിയൊക്കെ കണ്ടിരിക്കേണ്ട ഒരു അത് കണ്ടിരിക്കണം. ഇന്നത്തെ ഒരു സമൂഹം കണ്ടിരിക്കണം. കുഞ്ഞുങ്ങളായിരുന്നാലും അതിനെക്കുറിച്ച് മനസ്സിലാക്കണം. ഒരു റിയൽ കോർട്ട് റൂം എങ്ങനെയാണോ അത് തന്നെയാണ്. അങ്ങനെയൊന്നും അല്ല, കറക്റ്റായിട്ടാണ് കാണിച്ചിട്ടുള്ളത്. നന്നായിട്ടുണ്ട്. അതായത് ഇപ്പോൾ മോഹൻലാൽ ചെയ്യുന്ന ആ ഒരു കഥാപാത്രം നന്നാവണമെങ്കിൽ എതിർഭാഗവും നന്നാവണമല്ലോ. രണ്ടും നല്ല നന്നായിട്ടുണ്ട്. നല്ല മൂവിയാണ്, എല്ലാവരും കണ്ടിരിക്കേണ്ട മൂവിയാണ്. അടിപൊളി പടം. എല്ലാവരും സൂപ്പറായി ചെയ്തിട്ടുണ്ട്. ലാലേട്ടൻ്റെ കംബാക്ക് ഇപ്പോൾ കഴിഞ്ഞ ഫിലിമിലൊക്കെ കുറച്ച് ലാലേട്ടൻ കുറച്ച് ബാക്കായി കിടക്കുകയായിരുന്നു. പക്ഷേ ഇതിൽ വീണ്ടും ഒരു തിരിച്ചുവരവ് നടത്തിയിട്ടുണ്ട്. കമ്പാരിറ്റീവ് നോക്കുമ്പോൾ ഉഗ്രം പടം. എല്ലാവരും നന്നായി അഭിനയിച്ചു. എനിക്ക് സിദ്ദിഖിൻ്റെ റോളെന്ന് വെച്ചാൽ ജീവിക്കുകയായിരുന്നു മൊത്തത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ. അനശ്വര നന്നായി അഭിനയിച്ചു. അനശ്വര ശരിക്കും ഇപ്പോഴാണ് കുറച്ച് ഒന്നുകൂടെ മുന്നിലോട്ട് വന്നത് ആക്ടിങ്ങിൽ. ഗുഡ്. ഓവറോൾ ഒരു 10-ൽ 10 തന്നെ കൊടുക്കാം. സൂപ്പർ മൂവി ായിട്ടുണ്ട്. പിന്നെ മോഹൻലാലിൻ്റെ നല്ലൊരു കംബാക്ക് ആയിട്ട് തന്നെ തോന്നുന്നുണ്ട്. പിന്നെ അനശ്വര നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്, നല്ല രീതിയിലുള്ള. കുറച്ചുകൂടെ നേരത്തെ ഇറങ്ങിയിരുന്നെങ്കിൽ കുറച്ചുകൂടെ നന്നായിരിക്കുമായിരുന്നു. പിന്നെ നല്ല രീതിയിലുള്ള പുരോഗമനമായിട്ടുള്ള മെസ്സേജസ് കൊടുക്കുന്നുണ്ട്. അപ്പം മൊത്തത്തിൽ വെർത്ത് വാച്ചാണ്. ഒരു നല്ല രീതിയിൽ പുതിയ കാലത്തുള്ള സ്ത്രീകൾ എങ്ങനെ ആയിരിക്കണം എന്നുള്ളതും അതിൽ മെസ്സേജ് ആയിട്ടുണ്ട്. എല്ലാവരും നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ആരെയും കുറ്റം എടുത്തു പറയാനായിട്ടൊന്നുമില്ല. സിദ്ദിഖ് ഇങ്ങനെ ഒരു നെഗറ്റീവ് ഷെയ്ഡുള്ള ക്യാരക്ടർ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. അത് എടുക്കുന്നത് തന്നെ വലിയൊരു കാര്യമാണ്. കാരണം സൊസൈറ്റിയിൽ നിന്ന് തന്നെ നല്ല രീതിയിൽ ബാക്ക്ലാഷ് ഉണ്ടാവുക ഈ പറയുന്ന ക്യാരക്ടേഴ്സ് അല്ല. അപ്പോൾ അങ്ങനെ എടുത്താൽ നന്നായിട്ടുണ്ടെന്ന് തന്നെ പറയാം. അനശ്വര എല്ലാവരും നന്നായിട്ട് പൊട്ര ചെയ്തിട്ടുണ്ട്. അവർക്ക് കൊടുത്ത ക്യാരക്ടർ അതേപോലെ തന്നെ അവർ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ശരി. നല്ല പടം, നേരെ കിള്ളം പടം. മോഹൻലാലിൻ്റെ ഒരു തിരിച്ചുവരവ് തന്നെയാണ്. നല്ല പടം, നല്ല ഇമോഷണലാണ്. ഒരു ഫുള്ളൊരു ഇമോഷണൽ ഡ്രാമ പടം. നല്ല കണ്ടിരിക്കാൻ പറ്റിയ ഇപ്പോഴും ആൾക്കാർ നല്ല ആൾക്കാരുണ്ട്. നല്ല പടം. കൊള്ളായിരുന്നു, നല്ല പടമായിരുന്നു. നല്ല ഡയറക്ഷനും എല്ലാം നല്ലതായിരുന്നു. എനിക്കങ്ങനെ തോന്നുന്നു കണ്ടിരിക്കാൻ. അനശ്വര കൊള്ളായിരുന്നു. നന്നായിട്ട് മോഹൻലാൽ നല്ല മൂവിയാണ്. റിയലി ഹാർട്ട് ടച്ചിങ് ആയിപ്പോയി. അതായത് പെൺകുട്ടികൾ പ്രതികരിക്കാനുള്ള ഒരു മനസ്സ് കാണിക്കണം, എവിടെയും തുറന്നു പറയാനുള്ള ഒരു ഇത് വരണം. അത് മോഹൻലാൽ ചെയ്യുമ്പോൾ അത് ഒത്തിരി എല്ലാവർക്കും ഒരു എനിക്കിഷ്ടപ്പെട്ടു ഒത്തിരി. അനശ്വരയുടെ നല്ലൊരു ശരിക്കൊരു ചലഞ്ചിങ് അനശ്വര അതിൽ നല്ലൊരു മൂവിയാണ്. തീർച്ചയായിട്ടും ഫാമിലി ആയിട്ട് എല്ലാവരും കാണാൻ പറ്റിയൊരു മൂവി. സത്യത്തിൽ ഭയങ്കരമായിട്ട് പറയാൻ പറ്റണില്ല എനിക്ക്. ശ്രീലി ഈ ഇന്ത്യൻ ജസ്റ്റിസ് കോഡിൻ്റെ പോർട്രയൽ കുറച്ചും കൂടി നല്ലൊരു ഇതായിട്ടാണ് പറയണത്. കറപ്ഷനാണ് കൂടുതലായിട്ട് ഇതിൽ കാണിക്കുന്നത്. പിന്നെ മറ്റേ പെണ്ണുങ്ങളുടെ അനീതിയാണ് കൂടുതലായിട്ട് ഇതിൽ കാണിക്കുന്നത്. കൂടുതലായിട്ട് കറപ്ഷനാണ് കാണിക്കുന്നത്. മണിയുള്ളവർക്കാണ് കൂടുതലും കൂടി പോർട്രയൽ. അപ്പോൾ അതൊരു കാരണം മണിയുള്ളവർക്ക് കൂടുതലായിട്ട് പവറുണ്ട് ഈ ജനറൽ സൊസൈറ്റി സ്ട്രാറ്റയിൽ. അതാണ് ഇതിൽ കാണിക്കുന്നത്. ഓവറോൾ കൊള്ളാം. റേറ്റിംഗ്സിനോട് മാച്ചപ്പ് ആവുന്നുണ്ട്. നല്ല പടമായിരുന്നു. നല്ല പടം, എല്ലാവരും കാണേണ്ട പടം. അനശ്വര കൊള്ളാം, നന്നായിട്ടുണ്ട്. എല്ലാ ആൺമക്കളുമുള്ള അച്ഛനമ്മമാർ കണ്ടിരിക്കേണ്ട മൂവി. വളരെ നല്ല തീർച്ചയായിട്ടും നല്ല മൂവിയാണ്. എല്ലാവർക്കും നന്നായിട്ടുണ്ടായിരുന്നു. എല്ലാവരും ലാലേട്ടൻ പ്രത്യേകിച്ചും നന്നായിട്ടുണ്ടായിരുന്നു. വളരെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. നന്നായിട്ട്